എനിക്ക് ഭഗവാൻ സൂര്യലോകത്തുനിന്ന് തന്ന വരവാണ്. സൂര്യലോകം പോയി കണ്ടവളാണ്. ഗണേശനും കൃഷ്ണനും കൂടെ വന്ന് കൊണ്ടുപോയി തന്ന വരവാണ്. അമ്മ മേളിൽ കൊണ്ടുപോയോ? ഞാൻ പറയും ഇന്ന് വൈകിട്ട് അറിയാമെന്ന് ശേഷം ഒന്ന് പറഞ്ഞിട്ട് ഞാൻ പോന്നു. അന്ന് വൈകിട്ട് എൻ്റെ അച്ഛനും അമ്മയും വണ്ടി ഇടിയും മരിച്ചു. കല്ലമ്പലത്തിൽ വെച്ചു. അകങ്ങൾ എന്നെ കാണുമ്പോൾ തല താഴ്ത്തി ഏതെങ്കിലും പില്ലിൻ്റെ തല താഴ്ത്തി കിടക്കും. ഞാൻ ചവിട്ടും. ഇതെല്ലാവരും ചവിട്ടിയാ കടിക്കാത്ത പാമ്പുണ്ടാ? ഇല്ല. അപ്പോൾ ഞാൻ എത്തിക്കഴിഞ്ഞ് ഇന്നൊരു കിഡിലൻ അമ്മയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മുടെയൊക്കെ ദേഹത്ത് എന്തെങ്കിലുമൊക്കെ അസുഖം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നിങ്ങൾ പറ. നമ്മൾ നേരെ ആശുപത്രിയിലോട്ട് വെച്ചടിക്കും. അതല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും സ്ഥലത്ത് പോവുകയാണ്, തൂങ്ങിച്ചത്തതിൻ്റെ കീഴത്തോ അല്ലെങ്കിൽ ഡ്രൈവർ ട്രാക്കിൽ ബോഡി കിടക്കുന്നതിൻ്റെ കൂട്ടത്തിലോ അല്ലെങ്കിൽ വിഷം അടിച്ചുകൊണ്ടൊക്കെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഈ ആത്മാക്കളൊക്കെ നമ്മുടെയൊക്കെ ദേഹത്ത് കയറി ഇങ്ങനെ കിടക്കും. നമ്മൾ ഒഴിപ്പിക്കാൻ എവിടെ പോവും? ഒന്നി വലിയ ജോലിസിൻ്റെ അടുത്ത് പോവും, അല്ലെങ്കിൽ അങ്ങനെയുള്ള പൂജാവിധികളിലൂടെയൊക്കെ ഈ സാധനത്തെ അടിച്ച് കളയും. പക്ഷേ ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്ന ഈ വിലാസിനി അമ്മയെ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയാൽ മതി. സകല അസുഖങ്ങളും അമ്മ ഇങ്ങനെ വയറ്റിലോട്ടാക്കും. എന്നിട്ട് വീട്ടിൽ പോയി അമ്മ ഛർദ്ദിച്ച് കളയും. ഞെട്ടിയോ? അങ്ങനെ ഒരു അമ്മയാണ് പരിചയപ്പെടാൻ പോകുന്ന. പേരെന്തുവാ? വിലാസിനി അമ്മ. ശരിക്കും പറഞ്ഞാൽ ഇത് ആദ്യം ഞാൻ വിശ്വസിച്ചില്ല കേട്ടോ. ഞാൻ പിന്നെ കുറച്ച് മുമ്പ് ആരെ വിളിച്ചവർ അമ്മ ഭയങ്കര ഛർദ്ദിയിലാണെന്ന്. എന്താ അമ്മ ഏതോ വീട്ടിൽ പോയി വീട്ടിൽ കൊണ്ടുപോയതാണ്. ആ വീട്ടിലെ ദോഷങ്ങൾ മുഴുവൻ അമ്മയുടെ ശരീരത്തിലേക്ക് കടത്തി വിട്ട് അങ്ങനെ ഛർദ്ദിലായിരുന്നു. ഇനി നമുക്ക് ആ വിലാസിനി അമ്മയെ കാണാൻ പോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ അമ്മയുടെ ഏറ്റവും വലിയ സമയം മഞ്ഞൾ മാത്രമേ അമ്മ കഴിക്കത്തുള്ളൂ. ഇഷ്ടം പോലെ മഞ്ഞപ്പൊടി കഴിക്കും. അതെന്താ അറിയാമോ? നമ്മുടെ സർപ്പത്തിൻ്റെ ഇഷ്ടപ്പെട്ട ആഹാരമാണല്ലോ. അങ്ങനെ മഞ്ഞപ്പൊടിയൊക്കെ കഴിച്ച് ഒരു മറ്റുള്ള വെജിറ്റേറിയനോ നോൺ വെജിറ്റേറിയനോ പഴങ്ങളോ അല്ലെ ഫ്രൂട്ട്സോ ഒന്നും കഴിക്കാതെ ഇങ്ങനെ മഞ്ഞൾപ്പൊടിയൊക്കെ കഴിച്ച് മാത്രം ജീവിക്കുന്ന ആ വിലാസിനി അമ്മയെ തിരക്കി അമ്മയുടെ വീട്ടിലെത്തിക്കഴിഞ്ഞു. ഇനിയാണ് നിങ്ങൾ ആ ഞെട്ടിക്കുന്ന കാഴ്ച കാണാൻ പോകുന്നത്. കണ്ടേ, ഈ വീട്ടിൽ അമ്മ മാത്രമേ താമസിക്കത്തുള്ളൂ. ഇതിനകത്ത് ഭാര്യ ഭർത്തൃമായിട്ട് ജീവിക്കാനൊക്കത്തില്ല, അല്ലെങ്കിൽ വേറെ കുടുംബമായിട്ടൊന്നും കഴിയാനൊക്കത്തില്ല. ആകപ്പാടെ ഈ വിലാസിനി അമ്മ മാത്രമാണ് ഈ വീട്ടിൽ കഴിയുന്നത്. അങ്ങനെ എന്തുകൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഈ തുടങ്ങി കേട്ടോ. എൻ്റെ ദൈവമേ, എനിക്ക് ദേഹം കോരിപ്പിരിക്കുന്നുണ്ടോ? എൻ്റെ ദേഹം കോരിപ്പിരുത്തുന്നുണ്ടോ? എൻ്റെ പൊന്ന്, ഞാൻ പ്രതീക്ഷിക്കാത്തൊരു വിളിയായി പോയിട്ടോ. ഇത് കണ്ടോ, എൻ്റെ ഇതുണ്ടോ? ക്ലോസ് പിടിക്കേ. എൻ്റെ രോമം പൊങ്ങിയുണ്ടോ? ഇനിയാണ് നിങ്ങൾ അമ്മയെ കാണാൻ പോകുന്നത്. ഞാൻ കർട്ടൻ മാറ്റാൻ പോവുകയാണ്. പേടിപ്പെടുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇതാണ് വിലാസിനി അമ്മ. കണ്ടോ അമ്മ? കണ്ടോ, ഇതാണ് സർപ്പത്തിൻ്റെ കൂട്ടുമാർ. കണ്ടോ, ഇതാണ് സർപ്പരൂപം. അമ്മയുടെ ദേഹത്ത് എപ്പോഴും സർപ്പം ഇങ്ങനെ വരും. ഇങ്ങനെ മാറ്റി കൊടുക്കുകയാണ്. കണ്ടോ, ഇങ്ങനെ പോകും. ഞാൻ പറയാം, വല്ലാത്തൊരവസ്ഥ ഇപ്പോൾ കണ്ടോ. ശരിക്കും പറഞ്ഞാൽ രോമമൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്ന ആദ്യത്തെ സംഭവം കണ്ടോ. കണ്ടോ, ഒരു കൂസലും ഇല്ല. കുറച്ച് മുമ്പ് പാമ്പായിട്ട് മാറി ആളാണ് ഈ കാണിക്കുന്നത്. കണ്ടോ, ഇതാണ് ഇഷ്ടപ്പെട്ട ആഹാരം. മഞ്ഞളാണ് കഴിക്കുന്നത് അല്ലേ? കുഴപ്പമൊന്നുമില്ല. ഇതാണ് ഇഷ്ടപ്പെട്ട ആഹാരം. പാമ്പായി കഴിഞ്ഞാൽ ഉടനെ മഞ്ഞൾ കഴിക്കുക. നമുക്ക് നമ്മളൊക്കെ ബിരിയാണി മറ്റേ പൊറോട്ടയും ചിക്കനൊക്കെ കഴിക്കുന്ന മാതിരിയാണ് അമ്മ ഇത് കഴിക്കുന്നത്. ഒരു കുഴപ്പമില്ല, ശരീരത്തിൽ പ്രശ്നമൊന്നുമില്ലല്ലേ ആദ്യം ചെല്ലുന്നതിന്. അമ്മയുടെ ഇഷ്ടപ്പെട്ട ആഹാരമാണ് കേട്ടോ. അപ്പോൾ ഞാനൊന്നും പറയണ്ടല്ലോ. ഇതാണ് നമ്മുടെ വിലാസിനി അമ്മയുടെ ജീവിതം എന്ന് പറയുന്നത്. ഈ അമ്മയ്ക്കൊരു പ്രത്യേകതയുണ്ട്. അമ്മയുടെ ദേഹത്ത് തൊടാകത്തില്ല. അദ്ദേഹത്തെ തൊട്ട് കുഴപ്പമുണ്ടോ? പറ, ഞാൻ തീറ്റി ചേർത്തമ്മ, കുറച്ച് നേരം തീറ്റി ചേർത്തമ്മ. ഞാൻ ചോദിക്കട്ടെ, തൊടണ്ട? അമ്മയ്ക്ക് ഇച്ചിരി വെള്ളം എടുത്തുകൊണ്ട് വരട്ടെ? തന്നെ കഴിക്കുമോ? പച്ച മഞ്ഞളൊക്കെ ഇങ്ങനെ ഭയങ്കര സ്വാദോടെ കഴിക്കുന്നത്. അമ്മ നിൽക്കുമ്പോൾ കാര്യം ചോദിക്കട്ടെ. അമ്മ തിന്നു കഴിഞ്ഞാൽ എൻ്റെ ചോദ്യത്തിന് ഈ തൊടാൻ പാടില്ല അല്ലേ? തൊട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നല്ലതാണെങ്കിൽ കൊള്ളാം, ഇല്ലെങ്കിൽ അവൻ്റെ ആപ്പീസ് പൂട്ടും അല്ലേ? അമ്മ കാരണം ഇവിടെ ഈ ഭാഗത്തായിട്ട് 6-7 പേര് മരിക്കുകയൊക്കെ ചെയ്തല്ലേ അമ്മേ? വേറെ അമ്പലങ്ങൾ ക്ഷേത്രത്തിലുള്ള പോറ്റിമാരെ അമ്മമാരൊക്കെയാണ് എൻ്റെ അടുത്ത് തർക്കിച്ചത്. എന്ത് തർക്കിച്ച്? ശക്തിയില്ലെന്ന് പറഞ്ഞ് തർക്കിച്ചു. പുതിയതായിട്ട് വന്ന പോറ്റി പറഞ്ഞു തുണ്ടെഴുതി കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ സാധാരണ തുണ്ടെഴുതൂടല്ലോ, ഇതിന് തുണ്ടില്ലല്ലോ. അവനും പറഞ്ഞാൽ പറ്റും, ഞങ്ങളെ ജോലി പോണ കാര്യമാണ്. ശരി, ഞാൻ പറയും ഇന്ന് വൈകിട്ട് അറിയാമെന്ന് ശേഷം ഒന്ന് പറഞ്ഞിട്ട് ഞാൻ പോന്നു. അന്ന് വൈകിട്ട് എൻ്റെ അച്ഛനും അമ്മയും വണ്ടി ഇടിയും മരിച്ചു. കല്ലമ്പലത്തിൽ വെച്ചു. അതൊക്കെ ഒറിജിനൽ സംഭവം തന്നെയല്ലേ അല്ലേ? അമ്മയെ ധിക്കരിച്ച് വീട്ടിൽ ചെല്ലുന്ന എത്തുന്നതിന് മുമ്പ് തന്നെ അച്ഛനും മകനും വണ്ടി ഇടിച്ച് മരിച്ചു. അപ്പൊ അമ്മയെ ധിക്കരിക്കാൻ പാടില്ല ഒരു വിധത്തിൽ അല്ലേ? ഒറ്റ തർക്കിച്ച് പറയാനും പാടില്ല. അമ്മയെ ധിക്കരിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും കളിയാക്കി പോലും ചെയ്യുവാണെങ്കിൽ പണി കിട്ടും. പണി ആടി എപ്പ വരണം എന്ന് പറഞ്ഞ പണി. നല്ല ലക്ഷ്യത്തോട് വരുന്നവർക്കാണ് ഐശ്വര്യ സമ്പത്തും കൂടുകയും ചെയ്യും അല്ലേ? അവർ പോലും അറിവില്ല അവർ വളരുന്നത്. അപ്പൊ ഞങ്ങളൊക്കെ എന്തായാലും രക്ഷപ്പെടും അല്ലേ? അപ്പൊ ഞങ്ങൾ കൊച്ചിനെ 2 മാസം ആയപ്പോഴേ
അത് പിന്നെ മാംസമൊന്നും എടുത്ത് കളയാൻ പറഞ്ഞു. 4 മാസം വരെയും കാൽത്തല്ല് ബെഡ് റെസ്റ്റായിട്ട് കിടന്ന് പാറ എന്തിനൊക്കെ കാലിൽ തൂക്കിയൊക്കെ കട്ടയൊക്കെ തൂക്കി കിടക്കുമല്ലോ, അങ്ങനെ കിടന്ന് 4 മാസം കഴിഞ്ഞപ്പോൾ ആശുപത്രി കൊണ്ടുവന്ന് പറഞ്ഞു ഇനി ഇതിനെ യൂട്രസ് എടുത്ത് കളയണം, കൊച്ചിനെ എടുത്ത് കളയണം. നീ വിളിച്ചോണ്ട് എൻ്റെ മാമൻ്റെ മോൻ വിളിച്ചോണ്ട് വന്നു. ഞാൻ ഒരു നുള്ളിൽ പസ്പം എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു വയറിൽ കൊണ്ട് തേക്കാൻ പറഞ്ഞു. തേച്ച് ബ്ലഡ് അതുകൂടെ നിന്ന് 3 ഇവര് ഓപ്പറേഷൻ ചെയ്യാനായിട്ട് കൊണ്ടുവന്നു. 3 ദിവസം മുമ്പേ ചെന്നപ്പോ മാംസം എടുത്ത് കളയാൻ പറഞ്ഞു. 4ന്റെ അന്ന് വ്യാഴാഴ്ച ഓപ്പറേഷൻ സ്കാൻ ചെയ്തപ്പോ പറയുന്നു കൊച്ച് മാംസം എടുത്ത് കളയണ്ട കൊച്ച്. ഇന്നലെ ഞങ്ങൾ വരുമെന്ന് പറഞ്ഞപ്പോ തൊട്ട് അമ്മയ്ക്ക് ദേഹം മുഴുവൻ വേദനയാന്നൊക്കെ അറിയാം. ശരിയായിരുന്നു. ഇത്രയും ഭാഗം ഭയങ്കര വേദന. പിന്നെ ഈ വിരലിന്റെ ഇത്രയും അത് ഇപ്പോഴും ഉണ്ട് ചൊറിച്ചില്. ഇവിടെയൊക്കെ വേദന ഉണ്ടോ? ഞങ്ങൾ വരുന്നതനുസരിച്ചോ? അതെന്ത് പറ്റി? നിങ്ങളുടെ പ്രശ്നം വന്നു കയറുന്നതാണ് കൊച്ച, നിങ്ങൾക്ക് അറിയില്ല. അതാണ്ട് വേറൊരു വീഡിയോ നിൽക്കണണ്ടാ എന്ന് നീര് വരാൻ ആൾക്കാർ കണ്ടാ കട്ടിയിരിക്കുന്ന ഇത്ര ഉണ്ടായിരുന്നു. 4-5 മാസമായി. അത് ഞാൻ പിന്നെ തിരുവല്ലത്ത് വെളിയിട്ടതിന് ശേഷം അത് മാറി. ഇവിടെ എടുത്തോണ്ടിരിക്കുകയാണ്. നിങ്ങൾ ദേഹത്തെ ദോഷം എന്റെ ദേഹത്ത് നിങ്ങളെ പ്രശ്നം അതോ മാറിക്കൊണ്ടിരിക്കുകയല്ലേ? സുഹൃത്തുക്കളെ, ഒരു ഞെട്ടിക്കുന്ന സത്യമാണ്. എന്റെ ദേഹത്തുള്ള സകല ദോഷവും അമ്മയുടെ ദേഹത്ത് കയറിക്കൊണ്ടിരിക്കണം, അവിടെ വീർത്തോണ്ടിരിക്കുകയാണ്. നമ്മുടെ ദേഹത്ത് പിന്നെ വായു ഇതര പ്രശ്നം എന്ന് പറയുന്നത് അത് ഇവിടെ പ്രശ്നമുണ്ടമ്മേ. ആണ്ടെ ഇപ്പൊ മാറ്റാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. ഇപ്പോൾ മാറും, ഈ നിമിഷം മാറാൻ പോവുകയാണ്. ആണ്ടെ നമ്മുടെ ദേഹത്തേക്ക് വന്നു കണ്ടോ, ഒരു വെപ്രാളം കണ്ടായിരുന്നു, മാറി. ഇന്ന് അനുഭവം നിനക്കല്ലേ അറിയുള്ളൂ. മാറിയമ്മ, നല്ല തണുപ്പുണ്ട്, നല്ലൊരു കുളിരുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയല്ലോ അമ്മയുടെ ദേഹത്തേക്ക് മാറി. അമ്മ എന്താ പെട്ടെന്ന് ഞെട്ടി? എന്താ? എന്റെ ഉള്ളിലിരിക്കുന്നവർ അവിടെ ഇരുന്ന് വലിച്ചത്. അമ്മയുടെ ശക്തി, ഉള്ളിലുള്ള സംഭവം എന്റെ ദോഷം മുഴുവൻ എടുത്തതാണ് അല്ലേ? ഇനി അമ്മ ഇതുകൊണ്ട് നടക്കണ്ടേ? അമ്മയ്ക്ക് ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? അതങ്ങനെ പിന്നെ നോക്കണമെങ്കിൽ എത്രയോ എണ്ണത്തിന് ഞാൻ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അമ്മ ഇനി അങ്ങനെ ഛർദ്ദിച്ച് കളയുവോ? എന്റെ ദേഹത്തൊന്നും ഛർദ്ദിച്ചാൽ മാറാത്തത് ചിലത് ഛർദ്ദിക്കും, ചിലത് ഒക്കെ ബോധമില്ല കിടക്കും, 2-3 മണിക്കൂർ കിടക്കും, ആഹാരം ഒന്നും കഴിക്കൂല, വിശപ്പും ദാഹമൊന്നും വരൂല, ചിലത് ബലിയിട്ട് മാറ്റും. ദേഹം മുഴുവൻ തടിച്ചിരിക്കുന്നു. ഇവിടെ എന്തോ ദോഷമാണോ? എവിടെ? ഇവിടെ ജഡയാണല്ലേ? ജഡ എടുത്തിട്ടും ഇവരെയൊക്കെ മാറ്റി അമ്പലങ്ങളിലാക്കിയപ്പോഴത്തേക്ക് ജഡ വന്ന് അത് പോയി എടുത്ത് പളനി പോയി എടുത്തിട്ട് ഇനി വന്ന് വീണ്ടും മുടി വന്ന് വീണ്ടും അവിടെ തന്നെ വന്നു. പിന്നെ എടുക്കണില്ല. അപ്പൊ ശരിക്കും പറഞ്ഞ ഇതിനകത്തുള്ള ദൈവം ഇതിനകത്തിരിക്കുന്നേ എന്റെ മുതുവില്. മുതുവിലും ഉണ്ടോ? മുതുവിലാണ് ഇരിക്കണത് ശക്തി. ഒന്ന് കാണിച്ചാ മുതുവ് കാണാൻ പറ്റൂല. എന്റെ ഉള്ളിലിരിക്കണത്, എന്റെ ഉള്ളിലാണ് ഇരിക്കണത്, മുതുവിന് അല്ലാണ് ഇരിക്കണത്. ക്ഷേത്രങ്ങളില് ദേവീദേവന്മാരെ എവിടെയാണ് ഇരിക്കണെന്ന് അറിയാമോ? ഫ്രണ്ടിലിരിക്കണ പ്രതിഷ്ഠയിലല്ല, പിറക്ക ഇരിക്കണ ഇതിലാണ് അവരിരിക്കണത്. അമ്മയെ കണ്ടാ മതി, പ്രശ്നമെല്ലാം തീരുമല്ലേ? അതെന്തെന്ന് എനിക്ക് ഭഗവാൻ സൂര്യലോകത്തുനിന്ന് തന്ന വരവാണ്. സൂര്യലോകം പോയി കണ്ടവളാണ്. ഗണേശനും കൃഷ്ണനും കൂടെ വന്ന് കൊണ്ടുപോയി തന്ന വരവാണ്. അമ്മ മേളിൽ കൊണ്ടുപോയോ? അപ്പൊ ഞാൻ 6 മാസം വരെ അത് വെളിയിൽ മിണ്ടാതെ വെച്ചിട്ട് സ്വപ്നം കണ്ടതായിരിക്കും എന്ന് വെച്ചു. പിന്നെ ഒരു കൊച്ചിനെ ഞാൻ അത് പരീക്ഷിച്ചു, ഇതുപോലെ ഛർദിലുമായിട്ട് വന്നപ്പോൾ എൻ്റെ ഛർദിൽ മാറി. പിന്നെ വേറൊരു 3 മാസമായ ഒരു കൊച്ചിനെ അതുപോലെ അമ്പലത്തിൽ വെച്ച് ഛർദിച്ചുകൊണ്ട് അതിന് മാറി. പിന്നെ ഒരുപാട് ആൾക്കാരൊക്കെ മക്കളില്ലാത്തവർക്ക് ഭർത്താവിന് ഇടപാടോടിയാൻ പോണ പിള്ളേർക്ക് 3 കൊച്ചുങ്ങളെയാണ് ഒരുമിച്ച് കിട്ടുന്നത്. എന്റെ ചെവി കേട്ടാ മതി, എന്റെ ചെവി കേട്ടാ മതി. ആരുടെയെങ്കിലും പ്രശ്നങ്ങള് മക്കളില്ലാത്തവരോ ഇന്നവരൊക്കെ കുട്ടികളില്ലാന്ന് ഞാൻ എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ എന്റെ ചെവിയിൽ അത് കേട്ടാ മതി. ഭർത്താവിന് വന്നതിന്റെ ശേഷം ഭർത്താവ് ആയിരിക്കും. അതാ എനിക്ക് സംശയം പോലെ ഇത് സകല എണ്ണത്തിന് നമുക്ക് ഗർഭിണിയാക്കി വിടും. ഇത് ഗർഭിണി ദൈവമാണോ ഇത് ചുരുക്കം പറയാൻ? അപ്പൊ കുട്ടികളില്ലാത്ത ധൈര്യപൂർവ്വം നമ്മൾ വിലാസിനെ അമ്മയെ കാണും, നിറഞ്ഞ വയറോട്ട്. എത്രയാണ് നടക്കാത്ത കൊച്ചുങ്ങളെ, സംസാരിക്കാത്ത കൊച്ചുങ്ങളെയൊക്കെ അമ്പലത്തിൽ കൊണ്ടുവന്ന് ഞാൻ പിടിക്കുന്നിടത്ത് അവരെ നാക്കിൽ ഞാൻ ഒന്ന് ഓമുന്നത് നാക്കിൽ എഴുതി കൊടുക്കുകയും ചെയ്യണം. അവർ കിലിക്കില്ല, പിന്നെ സംസാരം തുടങ്ങുന്നു. ഈ അമ്മയെ തൊടാൻ എനിക്ക് തോന്നുന്നു. തൊട്ടോട്ടോ അമ്മയെ. നിഷ്കളങ്ക ചിരിയുണ്ടോ? നമ്മുടെ അടൂർ ഭവാനി ഉമ്മയുടെ കൂട്ടൊക്കെ ഇരിക്കുന്നല്ലേ? അപ്പൊ ശരീരത്തിൽ ഫുള്ള് നാഗത്തിന്റെ സ്വാധീനം ഉണ്ടല്ലേ? അല്ലേ? അമ്മ ഇനി മറിഞ്ഞ വീടല്ലേ? ശരിക്കും പറഞ്ഞാൽ നേരത്തെ ഞെട്ടിപ്പോയി. പടവെന്ന് പറയും വീട്. ഒരു നാഗങ്ങൾ എന്നെ കാണുമ്പോ തല താഴ്ത്തി ഏതെങ്കിലും പില്ലിൻ്റെ തല താഴ്ത്തി കിടക്കും. ഞാൻ ചവിട്ടും.
ഇതെല്ലാവരും ചവിട്ടിയാൽ കടിക്കാത്ത പാമ്പുണ്ടാ? ഇല്ല. ഞാൻ കഴുത്തിൽ ചവിട്ടി പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ സാധാരണ വാൽ വെച്ച് അടിക്കും. ഒന്നും ചെയ്യൂല. ഞാൻ ഇങ്ങനെ നടന്നു വരുമ്പോഴത്തേക്ക് ഇങ്ങനെ വരണം, അത്തിയും വരുത്ത് നിൽക്കുമ്പോൾ എവിടെ പോണു അല്ല വന്ന് അഴുകി പോന്ന് പറയുമ്പോൾ അതേപോലെ എൻ്റെ പെരേരകത്ത് കിടക്കുമ്പോഴും കയറി വരുമ്പോ അതിലെ കയറി ഒന്ന് നോക്കളയാ കുറച്ചു നേരമൊക്കെ ഒരു പിച്ചാത്തി എടുത്തിട്ട് തന്നെ നാക്കിലൊക്കെ അടിച്ചിട്ടിരിക്കും. നാക്കിലിട്ട് തട്ടി തട്ടി ഇരിക്കും. ഇങ്ങനെ നാക്ക് നീട്ടിക്കൊണ്ട് വരുമ്പോഴേ അപ്പൊ ഒത്തിരി നേരമൊക്കെ എഴുന്നിട്ട് പറയും മക്കള് പോ അതിലെ കൂടെ കയറി വന്ന് പോന്ന് പറയുമ്പോ ആ വന്ന വഴിയെ തിരിച്ചു. അമ്മ ശരിക്കും പറഞ്ഞ രാത്രി മുഴുവൻ ഛർദ്ദിക്കും. അത് മാത്രമല്ല മലമൂത്ര വിസർജനമൊക്കെ ചെയ്യും അല്ലേ? അതൊക്കെ അമ്മ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല. അല്ല, വരുന്ന ശാശുക്കളായതുകൊണ്ട് തീരെ സഹിയിടുമ്പോ എനിക്കറിയാം. എന്റെ ദേഹത്ത് ഒരുപാട് ഇത് വന്ന് കയറുമ്പോ എനിക്കറിയാം ഇനി ഇത് ഞാൻ വെച്ചോണ്ടിരുന്നാ എനിക്ക് അവശതായിപ്പോ. അപ്പോഴേ തിരുവല്ലത്ത് വില കിട്ടും. അങ്ങോട്ട് പോകാൻ നടക്കാൻ പറ്റാതെ പോകും. കാലിലൊക്കെ ഭയങ്കര വേദന ആയിരിക്കും. കാലെല്ലാം തറ തുടക്കാതിരിക്കും. തിരിച്ചു വരുമ്പോ മുട്ട പോലെ വരും, അങ്ങോട്ട് വരുമ്പോ നടക്കാൻ ഒക്കൂല. ഇല്ല മുണ്ടി മുണ്ടി മുണ്ടിയാണ് തിരിച്ചു പയറ് പോലെ വരും. ഇതൊക്കെ അമ്മയ്ക്ക് പറയുന്ന ഒരു ജീവിതം വേണ്ടേ? എന്തിനീ എനിക്ക് ജനങ്ങൾ എങ്ങനെയെങ്കിലും ഭഗവാൻ തന്നാൻ വരാം, ജനങ്ങൾ രക്ഷപ്പെട്ടു പോട്ടെ. പക്ഷേ വേറെ കാര്യമുണ്ട്, ഇവിടെ ഫാമിലി ആയിട്ട് ഒരു ഭാര്യ ഭർത്താവ് ഇവിടെ ജീവിക്കാൻ ഒക്കത്തില്ല. ശരിയാണോ? ഇല്ല, ഈ വീട്ടിൽ കയറാൻ ഒക്കത്തില്ല. ഇവിടെ അമ്മയ്ക്ക് മാത്രമേ പറ്റത്തുള്ളൂ. ഭാര്യയും ഭർത്താവ് അത് എന്തെങ്കിലും രീതിയിൽ എന്നെ തന്നെ ഏതെങ്കിലും മനസ്സിൽ ഏതെങ്കിലും ദുഷ്ട മനസ്സോടെ എന്നെ തന്നെ കണ്ടു കഴിഞ്ഞാൽ അവന്റെ കാര്യം അന്നത്തോട് പോക്കാതെ. എന്റെ വീട്ടിൽ ഒരുത്തം വന്ന് കഥവിന് തട്ടി. ഞാൻ അങ്ങനെ പള്ളിമുള്ള അന്ന് പിറ്റന്ന് തൂങ്ങി. വേറെ ഒരുത്ത 3-4 പേര് വന്ന് ഇപ്പൊ അനുഭവം വന്നതിന് ശേഷം അവരെ കുടുംബം വരെ തകർത്തരിപ്പണം. ഒരുത്തം തൂങ്ങി അവനെ അറുത്തിട്ട് പിന്നെ വേറെ ഒരുത്ത പിന്നെ അവന്റെ കുടുംബമേ പോയി എന്റെ വീട്ടിൽ വന്ന് ശല്യം ചെയ്തത്. അപ്പൊ ഇതാണ് നമ്മുടെ വിലാസിനിയമ്മയുടെ കഥ. കണ്ടല്ലോ, ശരിക്കും പറഞ്ഞാല് അമ്മ വിളിച്ചു വരുത്തി കയറി അമ്മാതിരി പണി തരും. കാരണം ഇവിടെ നിന്ന് ഈ സ്ഥലമൊന്നും പോരാന്ന് പറയുന്നത്. അപ്പൊ മഞ്ഞളുമായിട്ട് അമ്മ തീറ്റ് തുടരുകയാണ്. അപ്പൊ എന്തെങ്കിലുമൊക്കെ വിഷയം ഉണ്ടെങ്കിൽ സുഹൃത്തുക്കളെ, വിലാസിനി അമ്മ ഈ കൊച്ചു കൊട്ടാരത്തിൽ, ഇത് കുടിലല്ല കൊട്ടാരത്തിൽ തന്നെയുണ്ട് അല്ലേ? നിങ്ങൾ വരവും പ്രതീക്ഷിച്ചുകൊണ്ട് വിലാസിനിയമ്മ കാണും അല്ലേ? ഇപ്പൊ എല്ലാ രോഗങ്ങളും ദോഷങ്ങളും പേരാ ഇനിയും വിലാസിനിയമ്മയുടെ ജന്മം ബാക്കി. ചോദിക്കുന്നതൊന്നും എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ ഞാൻ ഇറങ്ങിക്കോട്ടെ അമ്മേ. അപ്പൊ അമ്മ അനുഗ്രഹിക്കൂ, ആശീർവദിക്കൂ. ഞാൻ തരാനുള്ള തന്നു കഴിഞ്ഞല്ലോ. പിന്നെ എപ്പോഴും അങ്ങനെ ഇതിനകത്താണ് ശക്തി മുഴുവൻ ഇരിക്കുന്നത് അല്ലേ? അമ്മ ശരിക്കും പറഞ്ഞാൽ ഈ ജടക്കകത്താണ് ശക്തി ഇരിക്കും. തൊടാൻ പാടില്ല, തൊട്ട് കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ ചെല്ലത്തില്ലെന്നൊക്കെ അമ്മ പറയുന്നത്. അതുകൊണ്ട് എന്താ തൊടുന്നില്ല. അപ്പൊ എന്തായാലും തിന്നോ. വിലാസിനിയോട് കളിക്കരുത്. ഇത് ക്ഷിപ്രകോപിയാണ്, കലിയുഗമാണ്, കൽക്കിയാണ് എന്ന് മാത്രം ഓർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. ഇനി മറ്റൊരു കിഡിലൻ എപ്പിസോഡുമായിട്ട് വീണ്ടും ഞാനെത്തും. അതുവരേക്കും